അതിനു മുമ്പുണ്ടായിരുന്നത് ഫൗണ്ടൻ പേനയാണ്, മഷി നിറച്ചിട്ട് എഴുതുന്നതാണ് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തുണ്ടായിരുന്നത്. ഇപ്പോഴും അതുണ്ട്. എന്നാൽ അതിനു മുമ്പുള്ള ആളുകൾ കലം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുന്നത് അങ്ങനെ മഷി നിറച്ച ഒരു സാധനമല്ല, ഒരു കുപ്പിയിൽ മഷിയാക്കി വെച്ച് അത് കുത്തി എഴുതുന്നതാണ്. ഇന്നത്തെ കുട്ടികൾ എഴുത്ത് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുന്നത് ഈ കോലും കുന്തവും ഒന്നുമല്ല, അത് ടൈപ്പ് മെഷീനാണ്, കീബോർഡുകളാണ്. മൊബൈൽ ഫോണിലായാലും കമ്പ്യൂട്ടറിലായാലുള്ള കീബോർഡുകളാണ്. അങ്ങനെ എഴുതുന്ന എന്തെല്ലാം യന്ത്രങ്ങൾ ഇനി വരാനുണ്ടോ അതെല്ലാം അതിൽ ഉൾപ്പെട്ട് കഴിഞ്ഞു. അല്ലമൽ ഇൻസാന മാ ലം യഅലം. അല്ലാഹു തആല പറഞ്ഞു, മനുഷ്യനെ അവൻ അറിവില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു. അറിയാത്ത കാര്യങ്ങളെ കണ്ടെത്തുന്നതിന് എന്താണ് പറയുക? ഇൻവെൻഷൻ അല്ലെങ്കിൽ ഡിസ്കവറി എന്ന് പറയും. ഡിസ്കവറി എന്ന് പറഞ്ഞാൽ ഉള്ള ഒരു സാധനത്തെ അറിയില്ല, അതിനെ കണ്ടെത്തി. കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക. അമേരിക്ക ആദ്യമേ ഉണ്ടവിടെ, പക്ഷെ അത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അപ്പം അത് കണ്ടുപിടിച്ചു, അതാണ് ഡിസ്കവേർഡ് അമേരിക്ക. മാർക്കോണി ഇൻവെന്റഡ് റേഡിയോ. മാർക്കോണി റേഡിയോ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ റേഡിയോ മുമ്പില്ല. അപ്പോൾ ശബ്ദ തരംഗങ്ങളെ സ്വീകരിക്കുന്ന റേഡിയോ ഒരു സിസ്റ്റത്തെ മാർക്കോണി കണ്ടുപിടിച്ചു. അബ്ബാസ് ഫർനാസ് ഇൻവെന്റഡ് എയ്റോപ്ലെയിൻ. തുണീഷ്യക്കാരനായ ഇമാം അബ്ബാസ് ബിൻ ഫർനാസ് വിമാനം കണ്ടുപിടിച്ചു. ഉസ്ബെക്കിസ്ഥാൻകാരനായ ഉലുഗ് ബേഗ് ആസ്ട്രോണമി സയൻസ് കണ്ടുപിടിച്ചു. ഇറാൻകാരനായ ഇമാം ഗസാലി ഇക്കണോമിക്സ് ഉണ്ടാക്കി. യുനാൻകാരനായ സക്കരിയ റാസി ലോകത്ത് ആദ്യമായി സർജറി നടത്തി ഓപ്പറേഷൻ ചെയ്ത് ചികിത്സിക്കുന്നത് കണ്ടുപിടിച്ചു. ഇങ്ങനെ പഴയത് ഉള്ളതിനെ കണ്ടെത്തുകയും പുതിയ വിഷയങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക. അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന് പറഞ്ഞാൽ അത് അറിയാത്തതിനെ കണ്ടെത്തുക. അല്ലാഹു തആല അറിയാത്ത കാര്യങ്ങളെ മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്തു. സയൻസ്. ബ്രെയിനിനെ കുറിച്ച് പറയുന്നു അതേ സൂറത്തിൽ തന്നെ. ഞാനിപ്പോൾ അതൊന്നും വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ മനുഷ്യ ജീവിതത്തിൽ ആവശ്യമുള്ള, ജീവിക്കാൻ ആവശ്യമായ മുഴുവൻ കാര്യങ്ങളെയും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഭൂമിയിൽ നിന്ന് ആകാശം വരെ സൂപ്പർസോണിക് വിമാനങ്ങളും ഡ്രോണുകളും റോബോട്ടുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും IoTയും എല്ലാം. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ആദം അലൈഹിസ്സലാമിന് ലോകോൽപത്തി മുതൽ അവസാനം വരെ വരാനുള്ള മുഴുവൻ വസ്തുക്കളെയും കാണിച്ചു കൊടുത്തിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഇതിൻ്റെ പേരെന്താണ്, ഇതിൻ്റെ പേരെന്താണ്, ഇതിൻ്റെ പേരെന്താണ്. അപ്പോൾ ആദം അലൈഹിസ്സലാം പറഞ്ഞു, ഇത് കമ്പ്യൂട്ടറാണ്, ഇത് ലൗഡ് സ്പീക്കറാണ്, ഇത് സാറ്റലൈറ്റാണ്, ഇത് ചന്ദ്രയാനാണ്. ഇങ്ങനെ വരാൻ പോകുന്ന എല്ലാ വസ്തുക്കളെയും അല്ലാഹു തആല അന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആദം അലൈഹിസ്സലാം എല്ലാ വസ്തുക്കളുടെയും പേര് പറഞ്ഞു. മലക്കുകൾക്ക് പറയാൻ കിട്ടിയില്ല. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, കണ്ടോ, നിങ്ങളെക്കാൾ ഉത്കൃഷ്ടരാണ് മനുഷ്യർ. മനുഷ്യൻ പരിശുദ്ധനായാൽ മലക്കുകളെക്കാൾ വലിയ ദർജയിൽ മനുഷ്യൻ എത്തിച്ചേരും. അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഏറ്റവും ഉത്കൃഷ്ടനായ സൃഷ്ടിയാണ്. അമ്പിയാക്കന്മാർ അവർ സാധാരണ മനുഷ്യരെ പോലെ അല്ല. അപ്പം മനുഷ്യരിൽക്ക് വലിയ വലിയ സ്ഥാനങ്ങൾ അല്ലാഹു തആല കൊടുക്കുന്നു മലക്കുകളെക്കാൾ. അതെല്ലാം അറിയാനും പഠിക്കാനും അവസാന ദൂതരായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ഇറക്കി കൊടുത്ത ഗ്രന്ഥമാണ് ഖുർആൻ. ഖുർആൻ ഓതാൻ പഠിക്കണമെങ്കിൽ തന്നെ
നല്ല ഗുരുനാഥൻ വേണം. ആദ്യം കേടായി പഠിച്ചു പോയാൽ പിന്നെ അത് നന്നാക്കാൻ വലിയ പണിയാണ്. വലദ്ദാല്ലീൻ എന്നത് വലസ്സാല്ലീൻ എന്ന് പഠിച്ചു പോയാൽ പിന്നെ അത് തിരുത്താൻ വലിയ പണിയാണ്. അപ്പം ആദ്യം പഠിപ്പിക്കുന്ന ആൾ തന്നെ നല്ല അക്ഷരത്തിൽ തന്നെ പഠിപ്പിക്കുന്നവരാകണം. ഇപ്പോൾ അൽഹംദുലില്ലാഹ് സഹ്റത്തുൽ ഖുർആൻ വിപ്ലവത്തിലൂടെ കേരളത്തിലുടനീളം, കർണാടകയിലും മധ്യപ്രദേശിലും ഹരിയാനയിലും കശ്മീരിലും വെസ്റ്റ് ബംഗാളിലും പല സംസ്ഥാനങ്ങളിലും ഈ ഖുർആൻ പഠിപ്പിക്കുന്ന രീതി കൊണ്ടുവന്നു. ദുബായ് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടുകൂടി ദുബൈയിൽ സഹ്റത്തുൽ ഖുർആൻ പ്രവർത്തിക്കുന്നുണ്ട്. ജോർദാൻകാർ വന്നപ്പോഴും റഷ്യക്കാർ വന്നപ്പോഴും അമേരിക്കക്കാർ വന്നപ്പോഴും എല്ലാവരും മർക്കസിൽ വരുമ്പോൾ അവരേറ്റവും ആകർഷിക്കുന്ന ഒന്ന് സഹ്റത്തുൽ ഖുർആൻ, ഖുർആൻ പൂക്കൾ, ഖുർആൻ പുഷ്പങ്ങളാണ്. ഓത്തുപഠിച്ച് ആസാമിൽ ചെന്നാൽ ആസാമിലെ സിൽച്ചർ പ്രദേശങ്ങളിൽ റമദാൻ മാസത്തിൽ രാവിലെ 10 മണി മുതൽ അസർ വരെ എല്ലാവരും പള്ളിയിൽ വന്നിരുന്ന് ഓതും. അതുകൊണ്ട് ആ നാട്ടിൽ മുഴുവനും നല്ല ഓത്തുകാരാണ്. അതുപോലെ ഹൈദരാബാദിൽ മക്ക മസ്ജിദ് എന്ന് പറയുന്നൊരു മസ്ജിദുണ്ട്. ആ മസ്ജിദിൻ്റെ കവാടമാണ് ചാർമിനാർ എന്ന് പറയുന്ന 4 മിനാരമുള്ള ഒരു ഗേറ്റ്. ആ ചാർമിനാറിൻ്റെ മുകളിലെ തട്ടിൽ ഒരു വലിയ ഹാളുണ്ട്. ആ ഹാളിൽ വെച്ച് അല്ലാമ ഖുറൈശി സാഹബ് ആഴ്ചയിൽ 2 ദിവസം ഖുർആൻ ക്ലാസ് എടുക്കും. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ. ഇപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ആളുകൾ അവിടെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഹൈദരാബാദിലും നിങ്ങൾക്ക് നല്ല ഒത്തുകാരെ ലഭിക്കും. മദ്രാസ് എന്ന് പറയുന്ന പേര് തന്നെ മദാരിസ് എന്ന പദത്തിൽ നിന്നാണ് ഉണ്ടായത്. മദാരിസ് എന്ന് പറഞ്ഞാൽ മദ്രസകൾ. ഒരുപാട് മദ്രസകൾ ഉള്ളത് കൊണ്ടാണ് ആ നാടിന് മദാരിസ് മദാരിസ് എന്ന് പറഞ്ഞിട്ട് മദുരാശി മദ്രാസ് എന്ന് ആയി മാറിയത്. ഇപ്പം ചെന്നായി എന്നാ പറയാ. മദാരിസ്. ഹുമയൂൺ ടോംബ് എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിൽ ചെന്നാൽ ഒരു കെട്ടിടം കാണാം. അതൊരു മദ്രസയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എയർപോർട്ടിൽ നിന്ന് നസാമുദ്ദീനിലേക്ക് വരുമ്പോൾ ബസ്സുകാർ പറയും മദ്രസ 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 എന്ന്. അത് സഫ്ദർജംഗ് മദ്രസ എന്ന് പറഞ്ഞിട്ട് ലോധി റോഡിൻ്റെ ഭാഗത്തുള്ള ഒരു കെട്ടിടമാണ്. ഒരു വലിയ കോംപ്ലക്സ് ആണത്. അതൊക്കെ മദ്രസകളാണ്. ഇന്ത്യയിൽ ആദ്യമായി ഉണ്ടാക്കിയ മദ്രസ കർണാടകയിലെ ബീദറിൽ മുഹമ്മദ് ഗവാ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയിട്ടുള്ള മദ്രസയാണ്. അവർ ഹാഫിദ് ഇബ്നുൽ ഹജർ അൽ അസ്ഖലാനി തങ്ങളുമായി എഴുത്തുകുത്തുകൾ നടത്തിയിരുന്ന പണ്ഡിതനായിരുന്നു. അവരുടെ സമകാലികനായ പണ്ഡിതനായിരുന്നു. അതിനുശേഷം ഇന്ത്യയിൽ വലിയ പട്ടണങ്ങളിൽ, ജനങ്ങൾ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ എല്ലാ സ്ഥലത്തും മദ്രസകൾ വന്നു. എന്താണ് ഈ മദ്രസകൾ? കേവലം ഖുർആനോത്ത് പഠിപ്പിക്കുന്ന, അത് കഴിഞ്ഞ് അക്ഷരങ്ങൾ പഠിപ്പിച്ച് നിസ്കാരവും ഷർത്തും ഫർളും മാത്രം പഠിപ്പിക്കുന്ന മദ്രസകളല്ല. ഇസ്ലാമിക മദ്രസകൾ എന്ന് പറയുന്നത് ശാസ്ത്രവും ഗണിതശാസ്ത്രവും ജീവശാസ്ത്രവും രസതന്ത്രവും വാനശാസ്ത്രവും ഭൂമിശാസ്ത്രവും എല്ലാം പഠിപ്പിക്കുന്ന മദ്രസകളാണ്. ലോകത്ത് ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഏതാണ്? മൊറോക്കോയിലെ ഫാസ് നഗരത്തിൽ ഉള്ള അൽ ഖറവിയീൻ യൂണിവേഴ്സിറ്റിയാണ്. ജാമിഅത്തുൽ ഖറവിയീൻ. ഫാസ് എന്ന് പറഞ്ഞാൽ മദീനത്തുൽ ഔലിയ എന്നാണ് പറയുക. മൗലായ ഇദ്രീസ് റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ പട്ടണമാണത്. ജാപ്പാൻ കുടിവെള്ള പദ്ധതിയുണ്ട്. ഇവിടെ ഉണ്ട്, അത് ആലപ്പുഴയിലുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ മാത്രമല്ല. എന്താണ് ജാപ്പാൻ കുടിവെള്ള പദ്ധതി എന്ന് പറയുന്നത്? എന്താണ് അതിൻ്റെ പ്രത്യേകത? ജാപ്പാനിൽ നിന്ന് വെള്ളം കൊണ്ടുവരാ, പിന്നെ ജാപ്പാൻ ടെക്നോളജിയാണത്.
ജാപ്പാൻ ടെക്നോളജി. ഷിബു ബേബി ജോൺ അല്ലേ എൻ്റെ മന്ത്രിയായിരുന്ന ആള്, ബേബി ജോണിൻ്റെ മകൻ, അദ്ദേഹം മർക്കസി വന്നപ്പോൾ ഉസ്താദ് ചോദിച്ചു, എന്ത് പദ്ധതി ഉണ്ടാകുമ്പോഴും അതിനെക്കുറിച്ചൊരു വിവാദം ഉണ്ടാവുമല്ലോ, ഈ ജാപ്പാൻ പദ്ധതിനെ കുറിച്ച് യാതൊരു വിവാദവും ഇല്ലല്ലോ എന്ന്. അയാൾ പറഞ്ഞത് 2 ഗവൺമെൻറ് കാലത്തും മാറി മാറിയിട്ട് ആ പദ്ധതി ഓടുന്നുണ്ട്, അപ്പോൾ പിന്നെ അത് വിവാദമാകേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് തർക്കം ഉണ്ടാവൂലല്ലോ. ഈ ജാപ്പാൻ വെള്ളം എല്ലാ ആളുകൾക്കും കൊടുക്കും. എന്താണ് ജാപ്പാൻ പദ്ധതി എന്ന് പറഞ്ഞാൽ? ഗ്രാവിറ്റേഷൻ തിയറി മുഖേന വെള്ളം എത്തിച്ചു കൊടുക്കുന്നതാണ്. കറണ്ടില്ലാതെ മലമുകളിൽ വെള്ളം സംഭരിച്ച് അവിടുന്ന് ഭൂഗുരുത്വാകർഷണ ബലം വഴി വെള്ളം കൊണ്ടുവന്ന് അങ്ങനെ ഓരോ വീട്ടിലേക്കും എത്തിക്കുന്ന രീതിയാണ് ജാപ്പാൻ ടെക്നോളജി. നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ 15 വർഷമായിട്ടേ ഉള്ളൂ. 1200 വർഷങ്ങൾക്ക് മുമ്പ് മൊറോക്കോയിലെ ഫാസ് പട്ടണത്തിൽ ഈ തിയറി നടപ്പിലാക്കിയിട്ടുണ്ട് മൗലായി ഇദ്രീസ്. എല്ലാ വീട്ടിലേക്കും വെള്ളം ഇങ്ങനെ വരും. കറണ്ടില്ല, കറണ്ട് ആവശ്യമില്ല, എല്ലാ വീട്ടിലും നാഫൂറകളുണ്ടാകും. അന്നത്തെ അൽ ഖറവീൻ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു മസ്ജിദാണത്. ബ്രിട്ടീഷുകാരൻ യൂറോപ്യൻ തുണിയുടുക്കാതെ കടപ്പുറത്ത് ഞണ്ട് പെറുക്കുന്ന കാലമാണെന്ന്. അക്ഷരം പഠിക്കാതെ മുസ്ലിങ്ങൾ അന്ന് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി. ഫാത്തിമ ഫിഹ്രിയ എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹ ഒരു സഹോദരിയാണ് തൻ്റെ പിതാവ് മരിച്ചപ്പോൾ കിട്ടിയ സ്വത്തുകൊണ്ട് നല്ല ഒരു മസ്ജിദ് ഉണ്ടാക്കുന്നത്. ആ മസ്ജിദാണ് ഈ യൂണിവേഴ്സിറ്റി. അതുകൊണ്ടാണ് പള്ളി എന്ന് പറയുന്നത്. ആ മസ്ജിദിൻ്റെ തൂണിൽ ഒരു മുസ്ലിയാരിരിക്കും, അദ്ദേഹം തഫ്സീർ ഓതിക്കൊടുക്കുന്നു. മറ്റേ തൂണിൽ വേറൊരു മുസ്ലിയാരിരിക്കും, അദ്ദേഹം അൽ കെമി അഥവാ കെമിസ്ട്രി ഓതിക്കൊടുക്കും. തൊട്ടടുത്ത തൂണിൽ വേറൊരാളിരിക്കുന്നു, വലിയ തലക്കെട്ടും താടിയുമായി. അദ്ദേഹം പഠിപ്പിക്കുന്നത് റിയാദയാണ് അഥവാ മാത്തമാറ്റിക്സ്. അതിൻ്റെ അപ്പുറത്ത് വേറൊരാളിരിക്കുന്നു, അദ്ദേഹം പഠിപ്പിക്കുന്നത് ഉക്കുലൈദിസ് അഥവാ എൻജിനീയറിംഗ്. വേറെ ഒരാൾ പഠിപ്പിക്കുന്നത് അഫ്ലാക്കാണ്, വാനശാസ്ത്രം. മറ്റൊരാൾ പഠിപ്പിക്കുന്നത് ഭൂമിശാസ്ത്രം. ഇബ്നു ഖൽദൂൻ എന്ന് പറയുന്ന വിശ്വവിഖ്യാതനായ ഫിലോസഫിസ്റ്റിൻ്റെ കൈപ്പട കൊണ്ട് അദ്ദേഹം തന്നെ ഒപ്പിട്ട കിതാബ് ഫാസിൻ്റെ ലൈബ്രറിയിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ ശാസ്ത്രവും മസ്ജിദിൽ ഒരു തൂണിൽ ഒരു ഉസ്താദ് ചാരിയിരിക്കും, കുട്ടികൾ വട്ടത്തിലിരിക്കും, അങ്ങനെ അവർ പഠിക്കും. വൈകുന്നേരമാകുമ്പോൾ ഈ കുട്ടികൾ ഓരോ സ്ട്രീറ്റിലുള്ള മദ്രസകളിലേക്ക് പോകും, അവിടെ താമസിക്കും. അവിടെ ഒരു മെൻറ്റർ രാത്രിയിൽ അവർക്ക് റിവിഷൻ ചെയ്യാൻ അവരെ സഹായിക്കും. ആ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള സ്ട്രീറ്റുകൾ, ഒന്ന് ബാബു സുന്നാഴീൻ ഇൻഡസ്ട്രിയലിസ്റ്റ് ഗേറ്റ്, ബാബു ഷമ്മാഴീൻ മെഴുകുതിരി വ്യവസായത്തിൻ്റെ ഗേറ്റ്, ബാബു സബ്ബാഗീൻ ചായം പൂശുന്ന ഡ്രസ് ഡൈയിങ് സ്ട്രീറ്റ്. ഇങ്ങനെ പറഞ്ഞ് ഫുഡിൻ്റെയും പലതരത്തിലുള്ള സ്ട്രീറ്റുകൾ കാണാം. ഇന്നും അവിടെ ചെന്നാൽ, നമ്മൾ രാവിലെ ചെന്നാൽ ഒരു ചെമ്പോട്ടി ഉണ്ടാകും, ഒരു ചെമ്പെടുത്ത് വെച്ച് ഇങ്ങനെ മേടതുണ്ടാകും. വൈകുന്നേരമാകുമ്പോഴേക്ക് ആകർഷകമായ ശൈലിയിലുള്ള വലിയൊരു പാത്രമായി അത് മാറിയിട്ടുണ്ടാകും. ഇന്നും ആ ഇൻഡസ്ട്രി അവിടെയുണ്ട്. അങ്ങനെ വ്യാവസായിക നഗരമായി ഒരു വിദ്യാഭ്യാസ കേന്ദ്രത്തെ മാറ്റി. അവരുടെ സഹോദരിയാണ് അന്തലുസിലെ പള്ളി ഉണ്ടാക്കുന്നത്, സ്പെയിനിൽ. അത് ലോകത്തെ ഏറ്റവും വലിയ ഒരു ഇതുപോലെയുള്ള കേന്ദ്രമായി മാറി. അങ്ങനെ യൂറോപ്യർ ഈ മസ്ജിദുകളിലേക്ക് പഠിക്കാൻ വേണ്ടി വരികയും മുസ്ലിംകളിൽ നിന്ന് ഈ വിദ്യകൾ പഠിക്കുകയും പഠിച്ചു പോകുമ്പോൾ അവർക്ക് വലിയൊരു കോട്ട് കൊടുക്കും. മൊറോക്കോയിലെ ജനങ്ങൾ മുസ്ഹഫ് തലയിൽ വെക്കാൻ വേണ്ടി തലയുടെ മുകളിൽ ഒരു പലക വെക്കും. വഫൗഖ കുല്ലി ദീ ഇൽമിൻ അലീം, ഖുർആനാണ് ഏറ്റവും മുകളിൽ വെക്കുക. അതാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിലൊക്കെ ബിരുദം കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പലക വെച്ചത് കാണാം. ഇതിപ്പോൾ വെക്കുന്നത് എന്തിനാണെന്ന് അവർക്കറിയില്ല. പണ്ട് ഈ യൂറോപ്യന്മാർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അങ്ങനെ കോട്ട് കൊടുക്കലും തലപ്പാവ് കൊടുക്കലും ഒക്കെ ഇസ്ലാമിക യൂണിവേഴ്സിറ്റികളാണ് ലോകത്ത് ആരംഭിച്ചത്. അതിനു മുമ്പ് യൂണിവേഴ്സിറ്റി തന്നെ ഇല്ല, ഒരു യൂണിവേഴ്സിറ്റിയും ഇല്ല. അസ്ഹർ വന്നപ്പോൾ മുഹമ്മദ് അലി പാഷായുടെ കാലത്ത് അദ്ദേഹം കുബ്ബയുടെ ആകൃതിയിലുള്ളൊരു ചുവന്ന തൊപ്പിയും
അതിന് ചുറ്റും ഒരു വെള്ളക്കെട്ടും കെട്ടിയിട്ടുള്ള ഒരു അടയാളം കൊടുക്കാൻ തുടങ്ങി. 1000 വർഷം മുമ്പ് സക്കരിയ റാസി എന്ന് പറയുന്ന വൈദ്യൻ ഓപ്പറേഷൻ ചെയ്തു, സർജറി ചെയ്തു. ഇബ്നു സീന എന്ന് പറയുന്ന വൈദ്യൻ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് നടത്തി. വൈദ്യശാസ്ത്രം, യുനാനി വൈദ്യശാസ്ത്രം അവിടുന്ന് വരുന്നതാണ്. ഇന്നിപ്പോൾ മർക്കസ് നോളജ് സിറ്റിയിൽ കേരളത്തിലെ ആദ്യത്തെ യുനാനി മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിൽ 50 മെഡിക്കൽ കോളേജുണ്ട്. മാറാത്ത രോഗികൾ അവിടെ വന്ന് ചികിത്സിച്ച് മാറിപ്പോകുന്നു. മരിച്ച മനുഷ്യനെ എഴുന്നേൽപ്പിച്ചത് ഞാൻ കണ്ടു. റൂഹ് മാത്രം ബാക്കിയുണ്ട്, ബാക്കിയൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ ഈ അലോപ്പതി മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി വെന്റിലേറ്ററിലിട്ടു. ഡോക്ടർമാർ പറഞ്ഞു 2 ദിവസമേ നിൽക്കുള്ളൂ. അങ്ങനെ യുനാനി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ചികിത്സിച്ചു. 1 മാസമായപ്പോൾ മെല്ലെ കയ്യും കാലൊക്കെ അനക്കാൻ തുടങ്ങി. 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അയാളിങ്ങനെ കോണി കയറി പോകുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. കഷണ്ടിക്ക് ചികിത്സ ഉണ്ടോ? അസൂയക്കും ചികിത്സയില്ല, കഷണ്ടിക്കും ചികിത്സ ഇല്ല എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. അസൂയക്ക് ചികിത്സയുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ അത് പഠിപ്പിക്കുന്നുണ്ട്. ആ വിഷയം പഠിപ്പിക്കുന്ന ഒരുപാട് കിതാബുകൾ മശായിഖന്മാർ തർബിയത്ത് ചെയ്തുകൊണ്ട് അസൂയയെ ചികിത്സിക്കുന്നുണ്ട്. എന്നാൽ കഷണ്ടിക്കും മരുന്നുണ്ട്. മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിലെ ഡോക്ടർ 6 വയസ്സായ ഒരു പെൺകുട്ടിക്ക് തലയിൽ കഷണ്ടി വന്നു. പൈസക്കാരാണ്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലും അതിനുശേഷം മംഗലാപുരത്തെ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ കസ്തൂർബ മെഡിക്കൽ കോളേജിലൊക്കെ ചികിത്സിച്ചു. ഒരു ഫലവുമില്ല. അവസാനം യുനാനി ഡോക്ടർ അടുത്ത് വന്നു. അദ്ദേഹം തൻ്റെ ചികിത്സ നടത്തി, ഒരു പരീക്ഷണം നടത്തി. 6 മാസം കൊണ്ട് തലയിൽ നിറയെ മുടി വന്നു. ആ കുടുംബം നല്ല റാഹത്തായി, സന്തോഷമായി. ഡോക്ടർക്ക് തന്നെ ഒരു സംശയം, ഞാൻ ചികിത്സിട്ടനാണോ എന്ന്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഇത് കുട്ടികൾക്കേ പറ്റുള്ളൂ കേട്ടോ, പ്രായമെത്തിയവർക്ക് പറ്റില്ല എന്ന്. ഈ കഴിഞ്ഞ ദിവസം കുവൈത്തിൽ നിന്നൊരാൾ എനിക്ക് മെസ്സേജ് അയച്ചു തന്നു. എൻ്റെ തലൻ്റെ പഴയ ഫോട്ടോ ആണിത്, പുതിയ ഫോട്ടോ ആണിത്. ഞാനിപ്പോൾ നാട്ടിൽ വന്ന് തിരിച്ചു വന്നപ്പോൾ ആൾക്കാരൊക്കെ വിശേഷം ചോദിക്കുമ്പോൾ ചോദിക്കും, തലയിലെങ്ങനെ മുടി വന്നതെന്ന്. മുടി കുഴിച്ചിടുന്നൊരു പരിപാടിയുണ്ട്, പുതിയ സിസ്റ്റം. അങ്ങനെയല്ല. ഈ ഡോക്ടർ അടുത്ത് വന്നപ്പോൾ ഡോക്ടർ ഏതായാലും ആവട്ടെ എന്ന് കരുതി ഒന്ന് പരീക്ഷിച്ചു. കഷണ്ടിക്കാരന് 15 ദിവസം കൊണ്ട് മുടിയിൽ ചേഞ്ച് വന്നു, രോമം മുളച്ചു തുടങ്ങി. 2 പഴയ ഫോട്ടോയും പുതിയ ഫോട്ടോ ഉണ്ട്, നോക്കിയാൽ അറിയാം. അങ്ങനെ അത്ഭുതകരമായ ചികിത്സകൾ അക്കാലഘട്ടത്തിലെ വൈദ്യന്മാർ പഠിപ്പിച്ചു. ഒരു വലിയ പൈസക്കാരൻ്റെ മകന് ഭയങ്കര പൊണ്ണത്തടിയാ. ആലപ്പുഴക്കാരനൊരാളുണ്ടായിരുന്നു മുമ്പ്, ഭയങ്കര പൊണ്ണത്തടിയുള്ള, ബോംബെയിൽ. അപ്പോൾ ഈ വലിയ പൊണ്ണത്തടിയുള്ള ആളെ ചികിത്സിക്കാൻ വേണ്ടി ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. അവർ വന്ന് നോക്കി, നരമ്പൊക്കെ പിടിച്ച് നോക്കി, കണ്ണിലൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് 2 ആഴ്ച കൊണ്ട് മരിക്കും, ഇനി നമ്മൾ ചികിത്സിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മൂപ്പര് വന്നു. ഒന്നുകൂടെ പിടിച്ചു നോക്കി, തടി കുറഞ്ഞിട്ടുണ്ട്. ഏതായാലും മരിക്കല്ല 2 ആഴ്ച കഴിഞ്ഞിട്ട്. പിന്നെ മൂപ്പര് ഭക്ഷണവും കഴിക്കുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ കുറഞ്ഞു തടി ഞാൻ കുറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇത് പെട്ടെന്നൊന്നും മരിക്കൂല, അത് സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റാ. മരിക്കും എന്ന് പറഞ്ഞപ്പോൾ ആ മാനസികാവസ്ഥയെ ചേഞ്ച് വരുത്തി തടി മെലിഞ്ഞു. അങ്ങനെ തോലൊക്കെ മൂപ്പര് തുന്നി റെഡിയാക്കിയിട്ട് സുമുഖനായൊരു ചെറുപ്പക്കാരനാക്കി മാറ്റി. ഇബ്നു സീനായുടെ കാലത്ത് ഇതുപോലെ തന്നെ വലിയൊരു കാരണവർ കുഴഞ്ഞുപോയി. പാരലൈസിസ് ബാധിച്ച് കിടന്നു. ഇബ്നു സീന ചെന്നിട്ട്, വലിയ പ്രതാപിയായ ആളാ, അയാളുടെ മുഖത്തിനാരും നോക്കൂല, ചെന്നിട്ട് നല്ല ചീത്ത പറഞ്ഞ്, തൊള്ളേ കിട്ടുന്ന എല്ലാം പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞ്. അപ്പോൾ അയാളങ്ങോട്ട് എഴുന്നേറ്റ് വിട്ടു. കാരണം സഹിക്കാൻ കഴിയുന്നില്ല. കാത് കേൾക്കുന്നുണ്ട്, ബുദ്ധിയുണ്ട്, പൊങ്ങാൻ കഴിയാത്ത കുഴഞ്ഞു പോയതാ. അപ്പം ആ ചീത്ത പറഞ്ഞപ്പോഴുള്ള വികാരം കൊണ്ട്
ഹൃദയം അങ്ങോട്ട് വർക്ക് ചെയ്തു, ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായി, അയാൾ എഴുന്നേറ്റു. ഇത് സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റുകളാണ്. അങ്ങനെയുള്ള ചികിത്സകൾ മരുന്ന് കൊടുത്ത് കുടിപ്പിച്ച് വയറ് നിറച്ചിട്ടല്ല, പലതരത്തിലുള്ള തർത്തീബുകളിലൂടെയാണ് ഈ ചികിത്സകളെല്ലാം നടത്തുന്നത്. ഞാൻ ആ വിഷയം പറഞ്ഞപ്പോൾ അത് തന്നെ ഒരു സബ്ജക്റ്റായി പോയി, ഞാൻ അങ്ങോട്ട് പോവുകയല്ല. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളെയും വിശുദ്ധ ഖുർആനിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് വൈദ്യന്മാർ കണ്ടുപിടിച്ചതും വളർത്തിയതും. അപ്പോൾ ഓത്തു പഠിക്കുക എന്നതാണ് മുഖ്യം. ഓത്തു പഠിക്കണം. ഓത്തു പഠിക്കണമെങ്കിൽ ഗുരുവിൻ്റെ അടുത്തുനിന്ന് പഠിക്കണം. നമ്മുടെ കുട്ടികളിപ്പോൾ നമ്മളെ ഇങ്ങോട്ട് പഠിപ്പിക്കും. 3 വയസ്സായ കുട്ടിയുടെ കയ്യിൽ മൊബൈൽ കൊടുത്താൽ അവൻ സിരി ഉപയോഗിച്ചിട്ട് പറയും മലയാളം സോങ് വരും. അപ്പോൾ നമുക്കറിയില്ല, ഈ കുട്ടികൾക്ക് അതെല്ലാം അറിയാം. അപ്പോൾ ആ കൊച്ചുപ്രായത്തിൽ കുട്ടികൾക്ക് ലഭിക്കുന്നത് നല്ല ശബ്ദങ്ങളായിരിക്കണം. ZQ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഉള്ള ഒരു സ്കൂളല്ല. ZQ സ്കൂൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നല്ല ചിന്തകൾ ഉണ്ടാക്കാനും ബഹുമാനം പഠിപ്പിക്കാനും ജീവിതം പഠിപ്പിക്കാനുമുള്ള മോഡലാണ് അവിടെ. സഹറത്തുൽ ഖുർആൻ ക്ലാസ്സിൽ ആരൊക്കെ വന്നത് എന്ന് പറഞ്ഞ് ചൊല്ലിപ്പഠിപ്പിക്കുന്ന സ്കൂളല്ല. നമ്മുടെ വീട്ടിലെ കുട്ടി പുറത്തുപോയി അയൽവാസിയുടെ വീട്ടിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ നേരത്തെ പറയാത്ത ചില വാക്കുകൾ കുട്ടി പറയും, അല്ലേ? അവൻ കൂട്ടുകാരുടെ അടുത്ത് കേട്ട് പഠിക്കും. നല്ല കുട്ടികളാണോ നല്ലത് കേട്ട് പഠിക്കും, ചീത്ത കുട്ടികളാണോ ചീത്ത കേട്ട് പഠിക്കും. അപ്പോൾ അവൻ കേട്ട് പഠിക്കും, പഠിപ്പിക്കുകയല്ല. സ്കൂളാണോ അത്? അതുപോലെ തന്നെ ഇനി വീട്ടിൽ നിന്ന് ഉമ്മ പാടുന്നത്, തൊട്ടിലാട്ടുന്ന സമയത്ത് ഉമ്മ പാടുന്നു, തൊട്ടിലിൽ കുഞ്ഞിനെ ഇട്ടുകൊണ്ടിങ്ങനെ ആട്ടുകയാണ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു لا إله إلا الله لا إله إلا الله محمد رسول الله. കുട്ടി ഉറങ്ങാൻ വേണ്ടി പാട്ട് പാടുകയാണ്. ഉമ്മ പഠിച്ച പാട്ടാണ് പാടുക. ആധുനിക സഹോദരിമാർ എന്തു പാട്ടാ പാടുക എന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ലത് പാടിയാൽ കുട്ടികൾ അത് കേട്ട് പഠിക്കും, ചീത്ത പാടിയാൽ അത് കേട്ട് പഠിക്കും. TV തുറന്നു വെച്ചാൽ അത് കണ്ടുപഠിക്കും. ചില കുട്ടികൾ കണ്ടില്ല തുണി ഉടുക്കാതെയൊക്കെ നടക്കുന്നത്. എന്തുകൊണ്ടാണത്? അവരുടെ വീട്ടിൽ ടെലിവിഷൻ ഉണ്ടാകും. അപ്പോൾ അതിൽ കാണുന്ന ചിത്രങ്ങൾ കാണുമ്പോൾ അവർ വിചാരിക്കും ഇങ്ങനെയാണ് മനുഷ്യൻ നടക്കേണ്ടത് എന്ന്. അപ്പോൾ മാഹൗൽ, അവരുടെ ചുറ്റുപാട് എന്താണോ അത് പഠിക്കും. അപ്പോൾ സഹറത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് റൂമിൽ വരുമ്പോൾ കുട്ടികൾ ഇങ്ങനെ പലതരത്തിലുള്ള കളറുകളും ചിത്രങ്ങളും പലതും കാണും. അക്ഷരങ്ങളൊന്നും കാണൂല. ഇങ്ങനെയുള്ളൊരു ചിത്രം, ഇങ്ങനെയുള്ളൊരു ചിത്രം, ഇങ്ങനെയുള്ളൊരു ചിത്രം. അവർക്കിതെല്ലാം ചിത്രമാണ്. A, B, J, A, B, C ഇതെല്ലാം അവർക്ക് ചിത്രമാണ്. ABCDEFG എന്ന് പഠിപ്പിക്കൂല. A എന്ന് എഴുതിയാൽ എന്താ പഠിപ്പിക്കുക? A. B എഴുതിയാൽ എന്താ പഠിപ്പിക്കുക? B. C എന്താ പഠിപ്പിക്കുക? K. A, B, K, D അങ്ങനെ പഠിപ്പിക്കുക. പഴയ കാലത്തെ സ്കൂളിൽ ABCD എന്നാണ് വായിക്കുക. എ എന്ന് എഴുതിയാൽ പിന്നെ എ എന്ന് വായിക്കണ്ടേ? എ എന്ന് എഴുതിയിട്ട് ആ എന്നാണ് വായിക്കുക. അപ്പോൾ പിന്നെ എ എന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താ? അപ്പോൾ എന്താണോ വായിക്കേണ്ടത് അതാണ് ZQവിൽ പഠിപ്പിക്കുക. ഇംഗ്ലീഷിലും അറബിയിലും മലയാളത്തിലും ഒക്കെ. അപ്പോൾ കുട്ടികൾക്ക് ഈ ചിത്രം ഇങ്ങനെ വിതറി കൊടുക്കും. അതിൽ നിന്ന് ആയും ബായും ജീമും ഒക്കെ കുട്ടികൾ തിരഞ്ഞെടുക്കും. അങ്ങനെ അവർ മെല്ലെ മെല്ലെ പഠിക്കും. ഇതൊക്കെ അവർ കളിക്കുകയാണ്. കളിക്കുന്നതിനിടയിൽ അവർ അക്ഷരം പഠിക്കുന്നു, ഇംഗ്ലീഷ് പഠിക്കുന്നു, മലയാളം പഠിക്കുന്നു, അറബി പഠിക്കുന്നു, കൂട്ടി വായിക്കാൻ പഠിക്കുന്നു, ചുവരി നോക്കി ചിത്രങ്ങൾ പഠിക്കുന്നു. അപ്പോൾ അവർ ഇവിടെ 2-3 ടാങ്കുകൾ കാണാം. ഒരു ത്രികോണാകൃതിയിലുള്ളൊരു ടാങ്ക് ഇവിടെ ഇല്ലേ? അത്
വൃത്തത്തിലുള്ളൊരു ടാങ്ക്, ചതുരത്തിലുള്ളൊരു ടാങ്ക്. അതിൽ കുട്ടികൾ സർക്കിൾ, ട്രയാങ്കിൾ, സ്ക്വയർ, ചതുരം, ത്രികോണം, വൃത്തം മൂന്നും പഠിക്കുന്നു. അതിൻ്റെ മുകളിൽ ട്രയാങ്കിൾ, സിലിണ്ടർ പഠിക്കുന്നു. ഇതൊക്കെ കണ്ട് ഇങ്ങനെ പഠിക്കുകയാണ്. അതിന് ഓരോന്നിനും ഓരോ കളറായിരിക്കും. കളറ് കാണാതെ പഠിക്കുന്നു. അപ്പോൾ ചില ദിവസങ്ങളിൽ ചില കളറിലുള്ള കുപ്പായം ഇട്ട് വരാൻ പറയും. അപ്പോൾ ആ കുട്ടികൾ കളർ പഠിക്കുന്നു. കളിമണ്ണ്, മണൽ, വെള്ളം ഇതൊക്കെ നിറച്ചു വെച്ച ടാങ്കുകളാണ്. ആ കുട്ടികൾ ആ ചളിയിലിറങ്ങി കളിക്കുന്നു, മണൽ വാരി കളിക്കുന്നു, വെള്ളം സ്പോഞ്ച് കൊണ്ട് മുക്കി കുപ്പിയിൽ നിറക്കുന്നു. അപ്പോൾ ഈ കുട്ടികളുടെ ബുദ്ധി വർക്ക് ചെയ്യുന്നു. നല്ല കച്ചറ കളിക്കുന്ന കുട്ടീൻ്റെ അടുത്ത് കുപ്പിയിൽ വെള്ളമാക്കാൻ കൊടുത്താൽ ഞെക്കി ഞെക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ കുട്ടിയുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കുട്ടി പഠിക്കുന്നു. അപ്പോൾ ഒരു വര വരച്ചിട്ട് ആ വരമ കൂടി അങ്ങോട്ട് നടക്കുക. അപ്പോൾ കുട്ടികൾ എന്തു പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കടിക്കുന്ന കുട്ടികളുണ്ട്. ZQ-ലെ രക്ഷിതാക്കന്മാർ പറയും ZQ പോകാൻ തുടങ്ങിയതിന് ശേഷം കുട്ടി വളരെ കൺട്രോൾഡായി എന്ന്. അങ്ങനെ ബ്രെയിൻ ജിമ്മ് ചെയ്യിച്ചിട്ട് അങ്ങനെ പലതരത്തിലും പഠിപ്പിക്കും. അപ്പോൾ ഒരു ടീച്ചർ ഇങ്ങനെ ഒരു പാട്ട് പാടും, കുട്ടികളത് കേട്ട് പഠിക്കും. വേറൊരു ടീച്ചർ ഇങ്ങനെ ഓതും, അപ്പോൾ അത് കേട്ട് പഠിക്കും. അങ്ങനെ 3 വർഷം കൊണ്ട്, ഒരു വർഷം കൊണ്ട് 100 ചില്ലാനം നോളജുകൾ കുട്ടി പഠിക്കും. അങ്ങനെ ഇവിടെ നോക്ക്, കുട്ടികൾ ഒച്ചുണ്ടായിക്കോട്ടെ, കുട്ടികളെ തടയാൻ പാടില്ല. 7 വയസ്സുവരെ കുട്ടികളെ തടയാൻ പാടില്ല. ബച്ച രാജാ ഹേ. കുട്ടി വന്നിട്ട് പറയണം എനിക്കിതെടുത്ത് എറിയണം. എറിഞ്ഞോ? അത് എറിയണ്ടെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ഹൃദയം പൊട്ടും. എറിഞ്ഞാൽ കുപ്പി പൊട്ടും. കുപ്പി പൊട്ടാൻ അടിച്ചു വാരിയാണത്. കുപ്പി പൊട്ടിയാൽ എന്ത് ചെയ്യുക? അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് കൊണ്ടുപോയിട്ട് കുപ്പയിലിടുക. ഒരു ഗ്ലാസ്സിന് 100 രൂപയുണ്ടെങ്കിൽ പൊട്ടിക്കോട്ടെ, കുട്ടിയുടെ ഹൃദയം പൊട്ടിയാൽ അത് നന്നാക്കാൻ കഴിയൂല. അതുകൊണ്ട് 7 വയസ്സുവരെ കുട്ടികളുടെ ഹൃദയം പൊട്ടിക്കരുത്. 7 വയസ്സായാൽ പിന്നെ ഒന്ന് കണ്ണുരുട്ടുകയും ദേഷ്യം പിടിക്കും പോലെ കാണിക്കുകയും ഒക്കെ വേണം. ഇതാ ബലഗ 7 സിനീന മുറുസബിയ, കമാൻഡിങ് ചെയ്യണം 7 വയസ്സായാൽ പിന്നെ. അപ്പോൾ കുട്ടികളെ കൊണ്ട് മോനെ അതിങ്ങെടുത്തോ, ഇതങ്ങോട്ട് കൊണ്ടുപോയി വെക്കുന്ന. എന്താ വാപ്പയ്ക്ക് തന്നെ കൊണ്ടുപോയി വെച്ചാൽ പോരെ? വാപ്പയ്ക്ക് കൊണ്ടുപോയി വെച്ചാലൊക്കെ മതി. പക്ഷെ കുട്ടിയെ അനുസരണം ശീലിപ്പിക്കണം 7 വയസ്സ് മുതൽ തന്നെ. 10 വയസ്സായാൽ നിസ്കരിക്കാത്ത കുട്ടിയെ ചെറിയ വടിയെടുത്ത് മെല്ലെ കൊട്ടുകൊടുക്കണം. പൊട്ടിക്കല്ലേ, അടിച്ചെന്ന് കുട്ടിക്ക് തോന്നാൻ വേണ്ടിയാ, അടിച്ച് പൊട്ടിക്കാൻ വേണ്ടിയല്ല. 10 വയസ്സ് കഴിഞ്ഞാൽ ആധുനിക സൈക്കോളജിസ്റ്റുകൾ, മണ്ടൻ സൈക്കോളജിസ്റ്റുകൾ ചിലപ്പോൾ പറയും വടി കാണിക്കാൻ പാടില്ല. അത് മഹാബദ്ധമാണ്. ഇന്നത്തെ ഈ റിപ്പർ ചന്ദ്രന്മാരെയും കൊലപാതകികളെയും മുഴുവൻ ക്രിമിനലുകളെയും ഉണ്ടാക്കുന്നത് ലിബറലൈസേഷൻ്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മണ്ടൻ സൈക്കോളജികളാണ്. പക്ഷെ ZQ പഠിക്കുന്ന കുട്ടികളൊക്കെ 7 വയസ്സിന് താഴെയുള്ളവരാ. അപ്പോൾ അവിടെ വടി ആവശ്യമില്ല, ആ വഴിക്ക് തന്നെ വടി വരാൻ പാടില്ല. നമ്മുടെ വീട്ടിൽ ഒരു വടി വേണം എപ്പോഴും. വീട്ടിലേക്ക് കയറി വരുന്ന സ്ഥലത്തൊരു വടി, അതൊരു അടയാളമാണത്. പഴയ തോക്കുണ്ടെങ്കിൽ ഒരു തോക്ക് അവിടെ വെച്ചാൽ മതി. കടന്നു വരുന്ന വഴി ഒരു ആയുധമാണ് എപ്പോഴും വേണ്ടത്. ലൈസൻസ് ഇല്ലാത്ത തോക്കൊന്നും ആരും കൊണ്ടുപോയി വെക്കണ്ട, മോഡൽ ഉണ്ടാക്കി വെച്ചാൽ മതി. സോ കുട്ടികൾ അങ്ങനെ ഓരോന്നും പഠിക്കുന്നു. അങ്ങനെ ഒരു വർഷം കൊണ്ട് ഒരു 10 സൂറത്ത് കാണാതെ പഠിക്കും. ഒരു 3 വർഷം കഴിയുമ്പോൾ ഒരു ജുസ് കാണാതെ പഠിക്കും. 30 ജുസും നോക്കി ഓതാൻ പഠിക്കും. എൻ്റെ കുട്ടി പഠിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കുട്ടി ZQ പഠിച്ചു. 1ാമത്തെ കുട്ടി ഓർഡിനറി KG പഠിച്ചു. 2ാമത്തെ കുട്ടി ഇംഗ്ലീഷ് നന്നായി പറയും. 1ാമത്തെ കുട്ടിക്ക് അത്ര പറയാൻ കിട്ടൂല. അന്ന് മങ്കൂസ് മൗലിദ് നോക്കിയിട്ട് കുട്ടികൾ ഓതും. കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് ചൊല്ലി ഇങ്ങനെ ആർക്കും പഠിക്കാൻ കഴിയും. നോക്കി പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർക്ക് ആ അക്ഷരം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നാ. നോക്കി ചൊല്ലുന്നതും കാണാതെ ചൊല്ലുന്നതുമായിട്ട് നോക്കി ചൊല്ലാനാണ് കഴിവ് വേണ്ടത്. മങ്കൂസ് മൗലിദും മുഹീദ്ദീൻ മാലയും ബുർദയും ഒക്കെ കുട്ടികൾ ഇങ്ങനെ ഓതും. അങ്ങനെ കുട്ടികൾക്ക് നല്ല മാനേഴ്സ് പഠിക്കും. വാപ്പയെ ബഹുമാനിക്കാൻ, ഉമ്മയെ ബഹുമാനിക്കാൻ, അയൽവാസികളെ ബഹുമാനിക്കാൻ, ഫ്രണ്ട്സിനെ ബഹുമാനിക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ചുറ്റുപാട് ക്രിയേറ്റ് ചെയ്യുകയാണ്.
അപ്പോൾ ഇതേ മോഡൽ വേറെ സ്കൂളുകളുണ്ടാകാം. പക്ഷേ ZQ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ഒരുപാട് സൈക്കോളജിസ്റ്റുകളുടെ തന്ത്രങ്ങളെ കൊണ്ടുവന്ന് വളരെ ഇസ്ലാമികമായ രീതിയിൽ അതിനെ പരിപോഷിപ്പിച്ച് നിരന്തരമായ ട്രെയിനിങ് കൊടുത്ത് 1 വർഷക്കാലത്തെ കണ്ടിന്യൂസ് ട്രെയിനിങ്ങും പിന്നെ 3 വർഷക്കാലത്തെ ഇൻ സർവീസ് ട്രെയിനിങ്ങും ഒക്കെ കൊടുത്തിട്ടാണ് ടീച്ചർമാരെ ശരിയാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് മാന്യമായ ശമ്പളം കൊടുക്കണം, അവർക്ക് ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും കൊടുക്കണം. ഈ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൽ അധികം ആളുകളും എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി വരുന്നവരുമല്ല, മറ്റൊരു ജോലിക്ക് ഇവരിട്ട് പോകൂല, ഖുർആൻ പഠിപ്പിക്കുകയാണല്ലോ എന്ന് കരുതിയിട്ട് മാത്രം വരുന്നവരാ. അങ്ങനത്തെ ഒരു 27 കുട്ടികളുള്ളൊരു ക്ലാസ്സിൽ 3 അധ്യാപികമാരാണ്, 7 കുട്ടിക്കൊരു ടീച്ചറാണ്. അങ്ങനെ കുട്ടികളെ ജീവിതം പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ZQ. അതുകൊണ്ട് ഈ സ്കൂളിൽ ചേർത്ത കുട്ടികളുടെ പിന്നെ അവരാ കണ്ടിന്യൂ ചെയ്യും. ഞാനിപ്പോൾ മാനേജ്മെൻറ്റിനോട് ചോദിച്ച് ചെറിയൊരു കെട്ടിടം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാനാ? ഇതിലാകെ 3 ഡിവിഷനേ ഉള്ളൂ, 3 ക്ലാസ്, ഓരോ ഡിവിഷൻ നടത്താനേ ഉള്ളൂ. ഈ നാട്ടിൽ എത്ര പിള്ളേരുണ്ടാകും? എറണാകുളത്ത് 8 പിള്ളേർ, 8 ഡിവിഷനാണ് ഒരു ക്ലാസ്സിൽ. കളമശ്ശേരിയിൽ, പുത്തമ്പള്ളിയിൽ 7 ഡിവിഷനാണ്. എല്ലാ സ്ഥലത്തും 5ഉം 6ഉം ഡിവിഷനുകളാണ്. എൻ്റെ പൂനൂരിൽ 3 നിലയുള്ളൊരു കെട്ടിടം, 15 ക്ലാസ് റൂമുണ്ട്. ZQ കുട്ടികൾ ധാരാളമായി വരും. ഇൻഷാ അല്ലാഹ് ഇപ്പം നല്ല മനോഹരമായൊരു കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇനിയും ഇങ്ങോട്ടുണ്ടാക്കണം. ഇത് മജ്ലിസിൻ്റെ നല്ലൊരു വളർച്ചയായി ഇതിന് കൂടെ സഹായിച്ച് ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്ത് നിന്ന ആളുകൾക്കൊക്കെ വലിയ ഉപകാരമായിരിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു വളർത്തി തരട്ടെ. അങ്ങനെ കുട്ടികൾ പഠിച്ചു വളർന്നാൽ പിന്നെ 1-ാം ക്ലാസ്, 2-ാം ക്ലാസ്, 8-ാം ക്ലാസ് വരെ ഈ സിലബസിൻ്റെ ഭാഗങ്ങൾ സ്കൂൾ CBSEയോടൊപ്പം അല്ലെങ്കിൽ സ്റ്റേറ്റ് സിലബസിനോട് കൂടെ പഠിച്ചു പോകാനും അത് കഴിഞ്ഞിട്ട് അവർക്ക് പിന്നെ വക്കീലാകാനോ ഡോക്ടറാകാനോ എൻജിനീയറാകാനോ ലണ്ടനിലോ മണ്ടനിലോ എവിടെയെങ്കിലും പോയി പഠിക്കാൻ എല്ലാറ്റിനും പറ്റിയ ഒരു ബേസ് ഇവർക്ക് ഈ കലാലയത്തിൽ നിന്ന് ലഭിക്കും. അതുകൊണ്ട് നാം വളരെ നന്നായി പഠിക്കണം. മറ്റൊന്ന്, ഈ കുട്ടികൾ പഠിക്കുന്നതോടൊപ്പം വീട്ടിൽ ചെന്നാൽ ആരാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ഉമ്മമാരാണ്. അതുകൊണ്ട് ഉമ്മമാർക്ക് മാസത്തിലൊരിക്കൽ ക്ലാസ് ഉണ്ടാകും. അപ്പോൾ അവർക്കും ഖുർആൻ പഠിക്കും, അവരതുപോലെ പൊതുവായ നല്ല മാനേഴ്സ് എല്ലാം പഠിക്കും. അപ്പോൾ ഭർത്താവിന്ന് ഇരുന്നിങ്ങനെ ഓതുമ്പോൾ ഭാര്യ പറയും, അത് ശരിയായില്ല ചേട്ടാ. അപ്പോൾ പിന്നെ മൂപ്പർക്കുണ്ടാവും, അവൾ എന്നെ പഠിപ്പിക്കുകയോ. അപ്പോൾ മൂപ്പർ മെല്ലെ പള്ളിയിൽ പോയിട്ട് ഞാനും അതിനേക്കാളപ്പുറം പഠിക്കട്ടെ എന്ന് കരുതും. ഭർത്താക്കന്മാരും പഠിക്കാൻ തുടങ്ങും. പിന്നെ വർഷത്തിലൊരിക്കൽ വല്യാപ്പ വല്യമ്മമാരുടെ സംഗമം ഉണ്ടാകും, ഗ്രാൻഡ് പാരൻസ് ഡേ എന്ന് പറഞ്ഞിട്ട്, വല്യാപ്പ വല്യമ്മമാരുടെ ഒരു സംഗമം. അപ്പം നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളിലും ഒരു ഖുർആനിക പ്രകാശം ഉണ്ടാകും. ഖുർആൻ നന്നായി പഠിച്ച കുട്ടിയാണെങ്കിൽ ഏത് മതക്കാരനോടും അവർ ബഹുമാനം കാണിക്കും, ഏത് മതക്കാരനോടും അവർ സൗഹാർദ്ദം കാണിക്കും. അവർ ഈ നാട്ടിൽ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളും. അതുകൊണ്ടാണ് സൂഫിയാക്കൾ ഉണ്ടായിരുന്ന കാലത്ത് ഈ നാട്ടിൽ വർഗീയ സംഘടനകൾ ഇല്ല. ഖജാ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹു, ലക്ഷക്കണക്കിന് ആളുകളാണ് അവരുടെ വഴിയിലൂടെ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളത്. രാജസ്ഥാനിലെ അജ്മീറിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാം, അജ്മീർ ഒരു മുസ്ലിം പട്ടണം അല്ല. ഇന്നും അജ്മീറിൻ്റെ 4 കല്ല് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തൊക്കെ ബ്രാഹ്മണന്മാരും ക്ഷത്രിയന്മാരും ഹിന്ദുക്കളാണ്. അജ്മീറിലെ നേർച്ചയ്ക്ക് ഇപ്പോഴും ചോറ് വിളമ്പാൻ വേണ്ടി ക്യൂ നിൽക്കുന്നത് അവിടുത്തെ ഹൈന്ദവ സഹോദരന്മാരാണ്. ഇസ്ലാമിലേക്ക് ആള് വന്നു എന്നതുകൊണ്ടൊന്നും അങ്ങനെ വർഗീയതയില്ല, ദേഷ്യവും ഇല്ല. ഇസ്ലാമിനെ പ്രസന്റ് ചെയ്ത് വേറെ രൂപത്തിൽ അതിനെ അവതരിപ്പിക്കുകയും അങ്ങനെ വാടാ എന്ന് പറഞ്ഞ് വിളിക്കുകയും ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇസ്ലാമിന് ആളുകൾ തെറ്റിദ്ധരിക്കാനും വർഗീയതയുണ്ടാകാനും കാരണമായി തീർന്നു. സൂഫിയാക്കളുടെ മാർഗത്തിൽ
അവരിലൂടെ ആളുകൾ ഇസ്ലാമിലേക്ക് എത്രയോ വരുന്നു. അവർ ഒരിക്കലും തന്നെ ഇസ്ലാമിനെ അങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ച് ക്ഷണിക്കുന്നില്ല. അവരുടെ ജീവിതം കണ്ടിട്ടാണ് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, പൗരത്വ ഭേദഗതി ആക്ട്, സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട്. ആ ആക്ടിലൂടെ ആളുകൾ വിചാരിക്കുന്നത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു നിയമമാണ് എന്നാണ്. മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു നിയമം അല്ല അത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന വെട്ടിമുറിക്കുന്ന, ഭരണഘടനയുടെ കടക്ക് മുറിവെക്കുന്ന ഒരു ഏർപ്പാടാണ്. അതിലൂടെ മുസ്ലിംകളെയും അമുസ്ലിംകളെയും തമ്മിൽ മാറ്റി നിർത്താം എന്ന് ചിലർ സ്വപ്നം കണ്ടിരുന്നു. ഈ നാട്ടിലെ ബുദ്ധിയുള്ള മുഴുവൻ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ബുദ്ധന്മാരും ജൈനന്മാരും ബ്രാഹ്മണന്മാരുൾപ്പെടെ രംഗത്തു എന്ന് പറഞ്ഞു, ഞങ്ങളെല്ലാം ഒന്നാണ് ഈ വിഷയത്തിൽ. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ഞങ്ങളെല്ലാം കൂടെ ഉണ്ടാക്കിയതാണ്. ഞങ്ങളുടെ പിതാമഹന്മാർ കഠിനാധ്വാനം ചെയ്ത് ജീവൻ പണയം വെച്ചുണ്ടാക്കിയതാണ്. അത് നശിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന്. മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും പേടിക്കേണ്ടതുണ്ടോ? അങ്ങനെ ഒരു പേടിയും പേടിക്കേണ്ട കാര്യമില്ല. ഇവിടെ പൗരത്വം ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? ആഖിറത്തിലേക്കാണ് കിട്ടേണ്ടത്. അപ്പം അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, അല്ലാഹു തആല പറഞ്ഞതാണ്, നിങ്ങൾ നന്നായാൽ നിങ്ങളുടെ ഭരണാധികാരികൾ നിങ്ങൾക്ക് നന്മ ചെയ്യും, നിങ്ങൾ മോശമായാൽ ഭരണാധികാരികൾ നിങ്ങൾക്ക് ക്രൂരതകൾ ചെയ്യും. അതുകൊണ്ട് അവർക്കെതിരിൽ ദുആ ചെയ്യാൻ നിങ്ങൾ പോകണ്ട, നിങ്ങൾ നന്നാകാൻ നോക്കിക്കൊള്ളൂ. ദിക്റുകൾ വർദ്ധിപ്പിക്കുക. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, 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 ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. 19 പ്രാവശ്യം. എത്ര പ്രാവശ്യം? 19 പ്രാവശ്യം എല്ലാവരും എല്ലാ നിസ്കാരത്തിന് ശേഷവും ചൊല്ലുക. ഈ പ്രശ്നത്തിൽ നിന്ന് അല്ലാഹു തആല നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അതുപോലെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ച് ചെല്ലുക, സ്വലാത്തുകൾ ചൊല്ലുക, ഖുർആൻ വർദ്ധിപ്പിക്കുക. മുഅ്മിനീങ്ങൾക്ക് സുവർണ്ണ കാലഘട്ടമാണ്. ഞാൻ മനസ്സിലാക്കുന്നു ഈ ഒരു ഇൻഷാ അല്ലാഹ് ഈ ഒരു സമരങ്ങളും കാര്യങ്ങളൊക്കെ കുറേ കൂടെ നീണ്ടുപോകും. 5-6 മാസം, ചിലപ്പോൾ ഒരു വർഷമൊക്കെ നീണ്ടു നിൽക്കും. അതിനിടയ്ക്ക് ഇന്ത്യയിൽ ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ലോകത്തെന്നും അങ്ങനെയാണ്. ഇസ്ലാമിനെതിരെ കടന്നാക്രമണം എപ്പോഴൊക്കെ നടന്നിട്ടുണ്ടോ അവിടൊക്കെ ആളുകൾ ഇസ്ലാമിലേക്ക് ഇങ്ങനെ ഒഴുകി വരും. ഇസ്ലാമിനെ കേരളത്തിൽ പ്രചരിപ്പിച്ചിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? ഒന്ന് സാമൂതിരി രാജാവ്, അദ്ദേഹം മുസ്ലിമല്ല. സാമൂതിരി രാജാവ് കോഴിക്കോട്ടെ കടപ്പുറത്തുള്ള മുക്കുവന്മാരോട് പറഞ്ഞു, നിങ്ങൾ മുസ്ലിമായിക്കൊള്ളൂ. അതുകൊണ്ട് മീൻ പിടിക്കുന്ന ആളുകളെ കോഴിക്കോട്ട് പൂസ്ലാന്മാർ എന്ന് പറയാം. ഇവിടെ പറയോ പൂസ്ലാൻ? പൂസ്ലാൻ എന്ന് പറഞ്ഞാൽ പുതു ഇസ്ലാം, പുതു ഇസ്ലാം എന്ന് പറഞ്ഞു പൂസ്ലാന്മാരെന്ന് പറയാം. അത് സാമൂതിരി രാജാവാണ് അവരെ മുസ്ലിമാക്കിയത്. എന്തിനാ മുസ്ലിമാക്കിയത്? അറബികൾ കച്ചവടത്തിന് ഇങ്ങോട്ട് വരാൻ വേണ്ടി. പിന്നെ ആരാണ് ഇവിടെ ഇസ്ലാം പ്രബോധനം ചെയ്തിട്ടുള്ളത്? കുമാരനാശാൻ, കുഞ്ചൻ നമ്പ്യാർ, വള്ളത്തോൾ, ഉള്ളൂർ, ഈ കവികളെല്ലാം ഇസ്ലാമിനെ നന്നായി പ്രചരിപ്പിച്ചു അല്ലേ? തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ അല്ലേ? കെട്ടില്ലാത്തോർ, പിന്നെ തമ്മിലുണ്ണാത്തോർ, ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ
എത്രയോ കാതമകലെ നടക്കേണ്ടൊരേ ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രാഭവനത്തു ചാരത്തിരുന്നിടാം, ഒട്ടും പേടിക്കേണ്ട തമ്പുരാനെ എന്നൊക്കെ ഇങ്ങനെ പാടിയപ്പോൾ ഇവിടുത്തെ മനുഷ്യരെ പുലയനും ചെറുമനും അധകൃതനും എന്ന് പറഞ്ഞ് അടിച്ചു താഴ്ത്തി, അവൻ റോട്ടിലേക്ക് വരാൻ പാടില്ല, അവൻ റോട്ട് തുപ്പാൻ പാടില്ല, അവൻ്റെ കഴുത്തിൽ കൂജ കെട്ടി നടക്കണം, തിരിച്ചറിയാൻ പെരടിയിൽ ചൂല് കെട്ടി നടക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ള ആചാരങ്ങളുണ്ടായപ്പോൾ ഈ കുഞ്ചൻ നമ്പ്യാരൊക്കെ പറഞ്ഞു, നിങ്ങളെല്ലാവരും മുസ്ലിം ആയിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അവർ മുസ്ലിം ആയിട്ടില്ല. അങ്ങനെ ഇസ്ലാമിനെ പ്രചരിപ്പിച്ചിട്ടുള്ളതൊക്കെ അത്തരം ആളുകളാണ്. അപ്പം പിന്നെ അതുപോലെ ഡെൻമാർക്കിൽ നബിതങ്ങളുടെ കാരിക്കേച്ചർ വരച്ചിട്ട് കളിയാക്കി. അന്ന് ആയിരക്കണക്കിന് ആളുകളാണ് ഇസ്ലാമിലേക്ക് വന്നത്. ഇന്ത്യയിൽ ഇസ്ലാമിലേക്ക് ആളുകൾ വന്ന സമയമേതാണെന്ന് കൂടുതൽ പരിശോധിച്ചാൽ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട വർഷം, അതിൻ്റെ 5 വർഷം അപ്പുറവും ഇപ്പുറവും ഉള്ള ആ ഡാറ്റകൾ പരിശോധിച്ചാൽ അറിയാം, ആ വർഷം ഇസ്ലാമിലേക്ക് കൂടുതൽ ആളുകൾ വന്നു. ന്യൂസിലാൻഡിൽ 50 മുസ്ലിങ്ങളെ വെടിവെച്ചു കൊന്നപ്പോൾ 500 ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. അതുകൊണ്ട് ഇസ്ലാമിന് ഇതൊക്കെ ചാകരയാണ്, മുസ്ലിങ്ങൾക്ക് ഇതൊക്കെ നന്മയാണ്. ഇപ്പം എല്ലാവരും ദിക്ർ ചൊല്ലാൻ തുടങ്ങിയില്ലേ, സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങിയില്ലേ, നിസ്കാരത്തിൽ കുറച്ച് ഖുശൂ വന്നില്ലേ? അങ്ങനെ അള്ളാഹുവിനെ പേടിച്ചിട്ട് നിസ്കരിച്ചാൽ മതി, വേറെ ആരെങ്കിലും പിടിച്ച് അറബിക്കടലിൽ താഴ്ത്തും എന്ന് വിചാരിച്ചിട്ടൊന്നും ആരും പേടിക്കേണ്ട. അതുകൊണ്ട് ദിക്റുകൾ ചൊല്ലി അള്ളാഹുവിലേക്ക് അടുക്കുക, അള്ളാഹുവിനെ വഴിപ്പെടുക, തെറ്റുകളിൽ നിന്ന് മുക്തരാകുക, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക. അതാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ധാരാളം ആളുകൾ ഇനിയും ഈ വേദിയിലുണ്ട്. നൈസാം സഖാഫിയെ പോലുള്ള പ്രഗത്ഭരായ പ്രഭാഷകന്മാരുണ്ട്, വലിയ ഉസ്താദുമാരുണ്ട്, പലരുമുണ്ട്. അതുകൊണ്ട് സഹറത്തുൽ ഖുർആൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അത് ഇൻഷാ അള്ളാഹ് വളരെ നല്ല സംവിധാനത്തോടുകൂടി ഇനിയും വളർന്ന് അൽഹംദുലില്ലാഹ് നല്ലൊരു ക്യാമ്പസ്, നല്ല സ്മാർട്ട് ഗാർഡനും എല്ലാം ഇനി വരും. മണൽ മുറ്റത്ത് അങ്ങനെ തന്നെ വേണം, അവിടെ പേവിങ് ചെയ്യാൻ പാടില്ല. ഭൂമിയിൽ തന്നെയാണ് കുട്ടികൾ കളിക്കേണ്ടത്. മണലിൽ കളിക്കണം, ചളിയിൽ കളിക്കണം, അപ്പോഴേ ബുദ്ധി വർക്ക് ചെയ്യുകയുള്ളൂ. ഇന്നിപ്പോൾ പ്ലാസ്റ്റിക്കിൽ ജനിച്ച് പ്ലാസ്റ്റിക്കിൽ മരിക്കുന്ന അവസ്ഥയായതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ എവിടെയും മണ്ണ് തൊടുന്നില്ല. രോഗത്തിൻ്റെ ഒക്കെ പ്രത്യേക കാരണങ്ങൾ അതാണ്. മണ്ണിലൂടെ നടക്കണം. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അധിക പേരും ചെരുപ്പിടാതെയാണ് നടന്നിരുന്നത്. റസൂലുള്ളാഹി തങ്ങളെ രോഗം കാണാൻ പോകുമ്പം പ്രത്യേകിച്ചും ചെരുപ്പൂരിയിട്ടാണ് നടക്കുക. അക്സറു സ്വഹാബ കാനു യസ്ജുദൂന അലൽ അർളി. സ്വഹാബത്ത് അധിക പേരും വിരിപ്പ് വിരിക്കാതെ നിലത്ത് തന്നെയാണ് സുജൂദ് ചെയ്തിരുന്നത്. നമ്മളെ വീട്ടിൽ ചിലപ്പോൾ ഗ്രാനൈറ്റും മാർബിളൊക്കെ കല്ലുണ്ടാവും, എന്നാലും പിന്നെ അതിൻ്റെ മുകളിൽ കൊണ്ടൊരു മുസല്ലടും. എന്ത് മുസല്ലയത്? ചൈനക്കാരൻ്റെ മുസല്ല, ജാപ്പാൻകാരൻ്റെ മുസല്ല, നിസ്കാരത്തിൻ്റെ ഖുശൂ പോക്കി കളയുന്ന മുസല്ലകളാണ്. അപ്പോൾ കല്ലിൻ്റെ മുകളിൽ തന്നെ നിസ്കരിക്കണം, അല്ലെങ്കിൽ പലകയിൽ നിന്ന് നിസ്കരിക്കണം. ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അള്ളാഹ് മർക്കസ് നോളജ് സിറ്റിയിൽ ഒരു നാഗരിക സമൂഹത്തിൻ്റെ, ഒരു പട്ടണത്തിൽ ജീവിക്കുന്ന പട്ടണക്കാരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾക്കാർ പറയും അവൻ ഷെഹരിയാണ്, ഇവൻ ദേഹാത്തിയാണ്, ഇവൻ ഗ്രാമീണനാണ്, അവൻ നഗരവാസിയാണ് എന്ന് പറയും. നഗരവാസി എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിതത്തിന് പ്രത്യേകമായ ഒരു സംസ്കാരമുണ്ടാകും, ഒരു മാറ്റമുണ്ടാകും. മദീനത്തുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയെ ഒരു ഗ്രാമത്തെ നബി തങ്ങൾ പട്ടണം എന്ന് വിളിച്ചു. അവിടെ ഒരു കൾച്ചറൽ സെൻ്റർ ഉണ്ടാക്കി, അവിടെ ഒരു സൂക്കുണ്ടാക്കി, അവിടെ കൃഷിയിടങ്ങൾക്ക് ഭവന നിർമ്മാണത്തിന് പ്ലാനിങ് കൊണ്ടുവന്നു, ഹൗസിംഗ് പ്ലാനിങ് കൊണ്ടുവന്നു. അങ്ങനെ നബി തങ്ങൾ ഒരു നല്ല പട്ടണമുണ്ടാക്കി മദീന. ഒരു നഗരജീവിതം നയിച്ചു പഠിക്കാൻ. പക്ഷേ ഇതൊക്കെ ആകുമ്പോഴും മനുഷ്യൻ ശുദ്ധവെള്ളം കുടിക്കണം, ഈ മലിനർ വാട്ടർ കുടിക്കണം. ഇതെന്താ പറയുക? മലിനർ വാട്ടർ. മിനറൽ വാട്ടർ എന്ന് പറഞ്ഞാൽ മിനറലുകൾ ഉള്ള വെള്ളമാണ്. അത് കിണറ്റിന്ന് കോരിയാലേ കിട്ടുള്ളൂ. ഇതിൽ നിന്ന് എല്ലാ മിനറലുകളും ദൂരീകരിച്ച് ചത്ത വെള്ളമാണ്. ഇത് വെയിൽ കൊണ്ടിട്ടാണ്
വാഹനത്തിൽ വരിക, അപ്പോൾ ഇത് മലിനമാകും. അതുകൊണ്ട് ഇതിൻ്റെ പേരെന്താണ്? മലിനർ വാട്ടർ. നമ്മൾ ഈ ഗ്രാമത്തിലും ഇതാണ് കുടിക്കുക. അലൂമിനിയം ഫോയിൽ, അതിലാണ് മീൻ ചുടുക. അലൂമിനിയം ഓക്സൈഡ്, എത്ര ഉഗ്ര വിഷമാണത്. അതിൻ്റെ പാത്രത്തിൽ തന്നെ ഭക്ഷണം വെച്ചാൽ തന്നെ കേടാണ്. നിരന്തരമായി വയ്ക്കുമ്പോൾ ഈ ഫോയിൽ ഉപയോഗിച്ച കേട് പറയാനില്ല. മലിനമായ ഭക്ഷണം കഴിച്ചിട്ട് ആളുകൾ രോഗികളായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജ്യൂസ് കുടിക്കുന്നൊരു കോയിലില്ലേ, അത് നിരോധിച്ച്, വൺ ടൈം യൂസ് പ്ലാസ്റ്റിക് നിരോധിച്ചപ്പോൾ വ്യാപാരികളുടെ സമരം, പകരക്കാരനില്ലാതെ പ്ലാസ്റ്റിക് നിരോധിച്ചാൽ ഞങ്ങൾ ഒഴിവാക്കൂല, ക്യാൻസർ കൊടുക്കും, ഞങ്ങൾ ഒഴിവാക്കൂല എന്ന്. എന്ത് സമരമാണിത്? അപ്പോൾ നമ്മൾ പ്രകൃതിയുടെ കൂടെ ജീവിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി, സസ്റ്റൈനബിൾ സൊസൈറ്റി. സസ്റ്റൈനബിൾ സൊസൈറ്റി, സ്ട്രോങ് നേഷൻ. അതാണ് മർക്കസിൻ്റെ 43-ാം വാർഷികത്തിൻ്റെ സ്ലോഗൻ, അതാണ് മുദ്രാവാക്യം, അതാണ്. അതുകൊണ്ട് മരങ്ങൾ നടുകയും കൃഷി ചെയ്യുകയും, കോഴിക്കോട്ടതാ 1.5 സെൻറ്റ് ഭൂമിയിൽ താമസിക്കുന്ന ഒരാൾ തൻ്റെ വീട്ടിൻ്റെ മുകളിലും താഴെയും കൃഷി ചെയ്ത് വീട്ടാവശ്യം കഴിച്ചുള്ള ബാക്കിയുള്ളത് പുറത്ത് വിൽക്കുന്നു. 5 സെൻറ്റ് ഭൂമി ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? അപ്പോൾ കൃഷി ചെയ്യലൊക്കെ അത് സുന്നത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്തുകളാണ്. അങ്ങനെയുള്ളൊരു നല്ല ഉറച്ച സുന്നികളായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ ഈ നാട്ടിൽ പ്രശ്നങ്ങളില്ല, വക്കാണങ്ങളില്ല, ഇവിടെ ശാന്തിയും സമാധാനവും ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മർക്കസിൻ്റെ പുതിയ സംരംഭമായ നോളജ് സിറ്റി കാണാൻ വേണ്ടി രോഗികൾക്ക് ചികിത്സ തേടി വരാം, കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി രക്ഷിതാക്കന്മാർക്ക് വരാം, കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടി വരാം, കാഴ്ചക്കാർക്ക് കാണാൻ വേണ്ടി വരാം. എല്ലാവർക്കും പറ്റിയ ഒരു വലിയ കേന്ദ്രമാണ്. അതിലുണ്ടാക്കുന്ന കൾച്ചറൽ സെൻറ്ററിൻ്റെ പൂർത്തീകരണത്തിന് അതിൽ ഭാഗവാക്കാകുക, ഞാനും കൂടെ അതിൻ്റെ ഒരു ഭാഗമായി മാറുക എന്നെല്ലാവരുടെയും ആഗ്രഹമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അതിലേക്ക് നല്ല സംഭാവനകൾ കൂടി അർപ്പിച്ചുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് അത് പൂർത്തിയാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി എല്ലാവരും സഹായിക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്കിൽ ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് ഇന്ന ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്നുള്ള ആ വചനത്തിൻ്റെ അർത്ഥത്തിൽ ഇത് തുറന്നുകൊടുത്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.